ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പും കൂടി കടിക്കാമെന്നൊക്കെ പറയണ പോലെ വേറൊരു പണിയും കൂടി കിട്ടി. സ്റ്റുഡിയോയിലാണെങ്കിൽ ക്ലയൻറ്റ് മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പം ഞാൻ പോയേ പറ്റൂ. ബുധനാഴ്ചയാണ് അത്. അപ്പോൾ ബുധനാഴ്ച എനിക്ക് ഒഴിവാവണമെങ്കിൽ ബുധനാഴ്ചയിലത്തെ ക്ലാസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വരണം. അപ്പോൾ ഞാൻ ഒരു ക്ലാസ് അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി എല്ലാവരും കൂടി കൂട്ടി ചവിട്ടി മറിച്ചിട്ടുള്ളൊരു പ്രത്യേകതരം അവസ്ഥയിലൂടെയാണ് ഈ കടന്നു പോണത്. ഇന്നും നാളെയും മറ്റന്നെയാണ് ഒഴിവാവേണ്ടത്. അപ്പം മറ്റന്നത്തെ ക്ലാസ് അവിടെയും ഇവിടെയൊക്കെ തിരിച്ച് മറിച്ചിട്ടുള്ളൊരു പിടുത്തമാണ് ഞാനിപ്പോൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിയായാൽ ശരിയായി. ഈ വഴി പോകുന്നു. ഈ വഴി കുറേ എക്സ്ട്രാ നടക്കണം. നമുക്ക് വേറെ വഴി നടക്കാം. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ പോവും. അത് നമ്മുടെ ആൻഡ്രോളജി പോവും. ആൻഡ്രോളജി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോകേണ്ട ക്ലാസ്സിന് ഞാൻ പോവാതെ ബുധനാഴ്ച ഉണ്ടാവേണ്ട ഒരു ക്ലാസ്സിന് പോവും. ആ ക്ലാസ്സിന് എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. എടുക്കേണ്ട ഒരു ലീവ് ഞാനൊരു ദിവസം വയ്യാണ്ട് കിടന്നപ്പോൾ ഞാൻ എടുത്തായിരുന്നു. എന്നിട്ട് ഈ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ ക്ലാസ് അടുത്ത ആഴ്ച പോകണം. എന്നിട്ട് 3 മണിക്ക് ബുധനാഴ്ചയിലത്തെ രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ വേറൊരു ക്ലാസ്സിന് പോകണം. അങ്ങനെ ആകെ മൊത്തത്തിൽ കുഴഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുക. നാളത്തെ ഒരു ക്ലാസ് ഇന്ന് പോകണം. എന്നിട്ട് നാളെ മറ്റൊന്ന് പോകണം. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ഒരു പ്രത്യേകതര അവസ്ഥയാണ്.